വലിയൊരു വിജയ അവകാശം എന്നുള്ള രീതിയിലാണ് ട്രംപും പീറ്റ് ഹെക്സത്തും അതുപോലെ തന്നെ അവരുടെ ഫോറിൻ സെക്രട്ടറി ഒക്കെ വന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ അമേരിക്ക പറയുന്നതനുസരിച്ച് ലോകത്ത് സൈനിക ശേഷിയിൽ 50-ാം സ്ഥാനത്ത് നിൽക്കുന്ന 50th സ്ഥാനത്ത് നിൽക്കുന്ന ഒരു 135 രാജ്യങ്ങളുടെ ഒരു പട്ടിക എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മീഡിയം ലെവൽ ആർമി, ഹെലികോപ്റ്റേഴ്സും ഈവൻ അന്തർവാഹിനി വരെയുള്ള ഒരു രാജ്യം, പിന്നെ ഒരു വലിയൊരു മിലിഷ്യ. അവിടുത്തെ സൈന്യം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിൽ താഴെ അവിടുത്തെ റെഗുലർ ആർമി വരുവുള്ളെങ്കിലും ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട, മഡൂറോയുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിലിഷ്യ എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ സൈനികമായിട്ട് അവിടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ഒരു രാജ്യമാണ് ടു അതർ കൺട്രീസ് ഇൻ ലാറ്റിൻ അമേരിക്ക, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്നിട്ട് ഒരു പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെ, അതായത് ഒരു അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് രാവിലെ വെളുക്കുന്നവരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഒരു ആക്രമണം നടത്തുക, പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാനിത് എൻ്റെ ലൈവിലെ ഒരു സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരുന്നത് ഇല്ലീഗൽ എറ്റ് ബ്രില്യൻറ്റ് എന്നാണ്. ഇല്ലീഗൽ ഇൻ ദ സെൻസ് ദാറ്റ് ഇത് ഒരു രാജ്യത്തെ ഒരു സോവറിൻ കൺട്രി, അവിടെ ഇരിക്കുന്ന രാഷ്ട്രത്തലവൻ, ഈ രാഷ്ട്രത്തലവൻ ലെജിറ്റിമേറ്റ് റൂളർ ആണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രത്തലവനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പുറത്തു നോക്കുമ്പോൾ കോൺട്രവേഴ്സിയിലാണ്. ഹീസ് ദ പ്രസിഡന്റ് ഓഫ് ദ കൺട്രി, പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അയാളുടെ അർഹതയെക്കുറിച്ചുള്ള സംശയം ഓക്കെ, അത് വേറൊരു രീതിയിൽ പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ്, ഒരു സോവറിൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനെ വേറൊരു രാജ്യം ചെന്ന് തൂക്കിയെടുത്തുകൊണ്ട്, എലിയെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നതാണ്, രാത്രി ആക്രമണത്തോടെ കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്നത്, ആ രാജ്യത്ത് കൊണ്ടുവന്ന് ചെയിനിൽ ഇട്ട്, അതായത് ചങ്ങല ബ്ലൈൻഡ് ഫോൾഡ് ആക്കിയിട്ട് ഹാൻഡ് കഫ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് വിസ്തരിക്കും എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇക്കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിഷയത്തിൽ ഒരു സംവാദത്തിന്റെ തന്നെ കാര്യമില്ല. ഇറ്റ്സ് എ വയലേഷൻ, എ ക്ലിയർ വയലേഷൻ ആസ് വാട്ട് പുടിൻ ഡിഡ് ഇൻ യുക്രൈൻ. പുടിൻ യുക്രൈനിൽ ചെയ്തത് ഇത് തന്നെയാണ്. ഒരു സോവറിൻ റിപ്പബ്ലിക്കിനെ തൻ്റെ റഷ്യൻ താല്പര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തി, തൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾ മുൻനിർത്തി ആക്രമിക്കുന്നു. ഇപ്പോഴും ആ യുദ്ധം കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഇൻവേഷനാണ്. ദാറ്റ് വാസ് റോങ്. മഡൂറയ്ക്കെതിരെ അമേരിക്ക നടത്തിയതും റോങ് തന്നെയാണ്, ഇല്ലീഗൽ തന്നെയാണ്. സെയിം ഇസ്രായേലിൽ നമ്മുടെ ഫ്രീഡം റേപ്പിസ്റ്റുകൾ ഒരു ദിവസം ഇരച്ചു കയറി അവിടെ സ്ലീപ്പ് ബാഗിൽ ഉറങ്ങിക്കിടന്നവരെ ഉൾപ്പെടെ, ഫ്രം 1.5 മാസം പ്രായമുള്ള കുഞ്ഞു തൊട്ട് 80-85 വയസ്സുള്ള ഹോളോകോസ്റ്റ് സർവൈവേഴ്സിനെയും ക്യാൻസർ പേഷ്യൻസിനെയും ഉൾപ്പെടെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. 1200 വരെ കൊല്ലുകയാണ്. ബ്രൂട്ടൽ ഇൻവേഷൻ. ഇതെല്ലാം തന്നെ ഒരേപോലെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. പക്ഷെ ഇതിനകത്തൊരു താരതമ്യമുള്ളത്, മഡോറയെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയി അത് മഡോറ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാളിയും അമേരിക്ക ചെയ്തത് ഒരു എന്താ പറയാ ഇന്റർനാഷണൽ നിയമങ്ങളുടെ ലംഘനവും തട്ടിക്കൊണ്ട് പോകൽ തന്നെ അമാനവികമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. പക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2021 ഒക്ടോബർ 7 ഈ ഹമാസ് എന്ന ഫ്രീഡം റേപ്പിസ്റ്റ് ടീമുകൾ ഇസ്രയേലിൽ കയറി ഇതേപോലെ ഉറങ്ങിക്കിടന്ന മനുഷ്യരെ അവർ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നും കരുതാനാവില്ല. മഡൂറയ്ക്കെതിരെ ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്, അവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അപ്പം പിന്നെ മാത്രമല്ല, മഡൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാടാ വന്നെന്നെ കൊണ്ടുപോടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഭീരു എന്നൊക്കെ നിരന്തരം വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഡൂറ സ്വന്തം പാലസ് മാറി വേറൊരു സെറ്റപ്പിൽ കുറെ കൂടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ശരിക്കും അമേരിക്കയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ലേയേഴ്സ് ഉള്ള സെക്യൂരിറ്റി ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതായിരുന്നില്ല ഇസ്രായേലിലെ കർഷക കുടുംബങ്ങളിലെ ഉറങ്ങിക്കിടന്ന നിസ്സഹായരായ മനുഷ്യരും കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ക്യാൻസർ പേഷ്യൻസും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അവർ അന്നേരം ഉണ്ടായിരുന്ന അവസ്ഥ അതായിരുന്നില്ല. ദേ വർ നോട്ട് റെസ്പോൺസിബിൾ, ദേ വർ നോട്ട് അക്കൗണ്ടബിൾ, ദേ വർ ഇന്നസെന്റ്. പക്ഷെ മഡൂരയെ തട്ടിക്കൊണ്ടുപോയതും തെറ്റാണ്. പക്ഷെ പലർക്കും ഈ ഇസ്രായേലിലെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയതും റേപ്പ് ചെയ്തതും ഒക്കെ റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധമാണ്. ഈ ഒരു ഇരട്ടത്താപ്പ് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം പലതാണ്. ഒന്ന്, മഡൂരയ്ക്കെതിരെയുള്ള ആക്രമണം, മഡൂരയെ തട്ടിക്കൊണ്ടുപോയതും രണ്ടും തെറ്റാണ്. ഇന്റർനാഷണൽ നിയമത്തിന്റെ ലംഘനം ഉണ്ട്, അതിനകത്ത് മോറലായിട്ട് പ്രശ്നമുണ്ട്. ഇതേ പ്രശ്നങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ മോശമായ രീതിയിൽ അമേരിക്ക ഒരു വയലേഷൻ നടത്തുമ്പോൾ
അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ, മറ്റ് ശക്തികൾ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, മതപരി സംഘങ്ങൾ ഒക്കെ നടത്തുന്ന സമാനമായ കാര്യങ്ങളിൽ സമാനമായ നിലപാടുണ്ടാകുക എന്നുള്ളതാണ് മോറൽ കൺസിസ്റ്റൻസി, ഫാക്ച്വൽ കൺസിസ്റ്റൻസി, ഹിസ്റ്റോറിക്കൽ കൺസിസ്റ്റൻസി. അതില്ലാതെ ഞങ്ങൾ ഇതിനെ ഇങ്ങനെ കാണും, അതിനെ അങ്ങനെ കാണും എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, വിനയപൂർവ്വം നിരാകരിക്കേണ്ടി വരും.